Hi students, welcome to a new class. Today we are going to discuss the importance or advantages of marketing. All of you know that marketing is very much part of our normal lives. Wherever we live, firms cannot exist without marketing wings. നമ്മുടെ നിത്യജീവിതത്തിൽ അത്രയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. വി ആർ യൂസിങ് സെവറൽ കൈൻഡ്സ് ഓഫ് ബ്രാൻഡ്സ്, സെവറൽ ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ് ആസ് ദ റിസൾട്ട് ഫ്രം ദി മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ ജീവിതം. സോ നമ്മുടെ എവറി ഡേ ലൈഫിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫേംസ് കനോട്ട് എക്സിസ്റ്റ് വിതൗട്ട് മാർക്കറ്റിംഗ് വിങ്സ്. മാർക്കറ്റിംഗ് വിങ്സ് ഇല്ലാതെ, മാർക്കറ്റിംഗ് ചിറകുകളില്ലാതെ, മാർക്കറ്റിങ്ങിൻ്റെ വിഭാഗങ്ങളില്ലാതെ ഒരു ഫേമിന്, ഒരു സ്ഥാപനത്തിന് ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കുന്നതല്ല. All of you know that there are several functional heads in a firm. Okay, functional managers ഉണ്ടാവും. അതിൽ പ്രധാനപ്പെട്ടൊരു മാനേജറാണ് മാർക്കറ്റിംഗ് മാനേജർ. മാർക്കറ്റിംഗ് മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻ ദാറ്റ് ഫേം. ആ സ്ഥാപനത്തിലുള്ള എല്ലാ മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യേണ്ടത് ആരാണ്? മാർക്കറ്റിംഗ് മാനേജറാണ്. സോ ഫേംസിൽ എന്ത് ചെയ്തിരിക്കണം, മാർക്കറ്റിങ്ങിൻ്റെ ഒരു സെപ്പറേറ്റ് വിഭാഗം ഉണ്ടായിരിക്കണം, മാർക്കറ്റിംഗ് വിങ്സ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പീറ്റർ എഫ് ഡ്രക്കർ സെഡ് ദാറ്റ് മാർക്കറ്റിംഗ് ഈസ് എവരിത്തിങ്. മാർക്കറ്റിംഗ് എന്നാൽ എല്ലാമാണ് എന്നാണ് എന്ത് ചെയ്യുന്നത് പീറ്റർ എഫ് ഡ്രക്കർ പറഞ്ഞിട്ടുള്ളത്. മാർക്കറ്റിംഗ് ഈസ് ഇനെവിറ്റബിൾ ഫോർ ദി കമ്പനി, ഗവൺമെൻറ്, സൊസൈറ്റി ആൻഡ് എക്കണോമി. മാർക്കറ്റിംഗ് എന്നുള്ളത് അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആർക്കെല്ലാം? ഫോർ ദി കമ്പനി, കമ്പനികൾക്ക്, അതുപോലെ ഗവൺമെൻറ്റ്സിന്, സൊസൈറ്റി, സമൂഹത്തിന്, അതുപോലെ എക്കണോമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക്. ഇതിനൊക്കെ എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇനെവിറ്റബിൾ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ ഓരോരുത്തർക്കും, കമ്പനിക്ക്, ഗവൺമെൻറ്റിന്, സൊസൈറ്റിക്ക്, എക്കണോമിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു സൊസൈറ്റി. സൊസൈറ്റിക്ക് എത്രത്തോളം ഗുണപരമാണ് എന്നാണ് പറയുന്നത്. മാർക്കറ്റിംഗ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റി. ഒരു സമൂഹത്തിൻ്റെ വളർച്ചയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ബ്രിഡ്ജസ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഫേം ആൻഡ് സൊസൈറ്റി. മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നു, ബ്രിഡ്ജസ് ദ ഗ്യാപ്പ്. ഫേമിനും ഒരു സ്ഥാപനത്തിനും സൊസൈറ്റിക്കും സമൂഹത്തിനും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് നികത്തുന്നതിന്, ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നു, മാർക്കറ്റിംഗ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് ബിൽറ്റ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദി ഫാംസ് ആൻഡ് ഫാക്ടറീസ് വിച്ച് ഹാസ് ബെനഫിറ്റഡ് ബോത്ത് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് ഓൾസോ സൊസൈറ്റി ആസ് എ ഹോൾ. ഇനി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്? സൊസൈറ്റിക്ക് എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ്, അല്ലെങ്കിൽ എന്തെല്ലാം ഇമ്പോർട്ടൻസ് ആണ് മാർക്കറ്റിംഗ് നൽകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രൊവൈഡിംഗ് എംപ്ലോയ്മെൻറ്റ്. Marketing provides effective and continuous employment in the production, distribution and promotion of goods. മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, കാര്യക്ഷമമായ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് എംപ്ലോയ്മെൻറ്റ് നൽകുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക്. ഏതെല്ലാം ഫീൽഡിൽ? ഇൻ ദി ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് മാർക്കറ്റിംഗ്, ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓൾസോ അസോസിയേറ്റഡ് വിത്ത് മാർക്കറ്റിംഗ്, ആൻഡ് പ്രൊമോഷൻ ഓഫ് ഗുഡ്സ്. പ്രൊമോഷൻ ഓഫ് ഗുഡ്സ് മീൻസ് അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് പ്രൊമോഷൻ എക്സെട്ര, ദാറ്റ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്. So, marketing provides employment to the society in the field of production, distribution, promotion, etc. A large number of male and female opt for career in marketing after graduation. ഡിഗ്രി പഠനത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് മേഖലയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ജോലി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഓക്കെ, it is estimated that out of 5%, 4 persons are employed in marketing. ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 5 പേരിൽ 4 പേരും മാർക്കറ്റിങ്ങിലാണ് എന്ത് ചെയ്യുന്നത്, വിപണനവുമായി ബന്ധപ്പെട്ടാണ് തൊഴിലെടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, റൈസസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ജീവിത നിലവാരത്തെ ഉയർത്തുന്നു എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ ബൈ സാറ്റിസ്ഫൈയിങ് വേരീഡ് ആൻഡ് ഇന്യൂമറബിൾ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് കൺസ്യൂമേഴ്സ്. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ ഉപഭോക്താക്കളുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ മാർക്കറ്റിങ്ങിന് സാധിക്കുന്നു എന്നുള്ളതാണ്
പറയുന്നത്. മാർക്കറ്റിംഗ് ഈസ് ദ ഡെലിവറി ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് സൊസൈറ്റി. മാർക്കറ്റിംഗ് ഹാസ് കൺവേർട്ടഡ് യെസ്റ്റർഡേസ് ലക്ഷറീസ് ഇൻ ടു ടുഡേസ് നെസസറീസ്. ഓക്കെ. ദെൻ മൂന്നാമത്തെ ക്രിയേറ്റിംഗ് ഓർ ക്രിയേറ്റ്സ് യൂട്ടിലിറ്റി. മാർക്കറ്റിംഗ് ക്രിയേറ്റ്സ് പ്ലേസ്, ടൈം ആൻഡ് പൊസഷൻ യൂട്ടിലിറ്റി. മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നു? വ്യത്യസ്തമായ യൂട്ടിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. വി ഓൾറെഡി ഡിസ്കസ്ഡ് 3 kind of utilities. First one, place utility. Place utility, transportation creates the place utility. Transportation ആണ് എന്ത് ചെയ്യുന്നത്? place utility ക്രിയേറ്റ് ചെയ്യുന്നത്. place utility ക്രിയേറ്റ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ദാറ്റ് മീൻസ് പ്രൊഡ്യൂസറുടെ അടുത്ത് നിന്നും കൺസ്യൂമറുടെ അടുത്തേക്ക് ഉൽപ്പന്നത്തെ എത്തിക്കുന്ന ആ പ്രൊസീജിയറാണ്. അതാണ് പ്ലേസ് യൂട്ടിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് ക്രിയേറ്റ്സ് ടൈം യൂട്ടിലിറ്റി. സ്റ്റോറേജ് എന്ത് ചെയ്യുന്നു? ടൈം യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചു വെച്ചു, പക്ഷേ ഇപ്പോൾ ഉടനെ തന്നെ അത് എന്ത് ചെയ്യില്ല, സെല്ല് ചെയ്യില്ല. അപ്പം എന്ത് ചെയ്യണം? അതെന്ത് ചെയ്യേണ്ടി വരും? സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. സോ സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിംഗ് എന്ത് ചെയ്യുന്നു? ടൈം യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ എക്സ്ചേഞ്ച് ക്രിയേറ്റ് പൊസഷൻ യൂട്ടിലിറ്റി. എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നു? പൊസഷൻ യൂട്ടിലിറ്റി, കൈവശം വെക്കുന്നതിനുള്ള യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ റെഡ്യൂസ് കോസ്റ്റ്. കോസ്റ്റ് കുറയുന്നു എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് എൻഷ്യൂർ ഒപ്റ്റിമം പ്രൊഡക്ഷൻ ആൻഡ് ഒപ്റ്റിമം കൺസംഷൻ. ഒപ്റ്റിമം പ്രൊഡക്ഷനും ഒപ്റ്റിമം കൺസംഷനുമാണ് മാർക്കറ്റിംഗ് എൻഷ്യൂർ ചെയ്യുന്നത്. ഇറ്റ് റെഡ്യൂസസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദന ചെലവ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇത് കാരണമാകുന്നു. Thus the consumers get quality goods at cheaper prices. ഉപഭോക്താക്കൾക്ക് നല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് എന്ത് ചെയ്യുന്നു? കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ സോൾവ്സ് സോഷ്യൽ പ്രോബ്ലംസ്. സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് ക്രിയേറ്റ് സോഷ്യൽ അവയർനെസ് among people. We watch different advertisements relating to family planning, ecological balance, pollution control, consumers' health, morals of the community, സൊസൈറ്റിയൽ മാർക്കറ്റിംഗ് എക്സെട്ര. സോ സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുകളാണ് ഫാമിലി പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട്, എക്കോളജിക്കൽ ബാലൻസുമായി ബന്ധപ്പെട്ട്, പൊല്യൂഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട്, കൺസ്യൂമേഴ്സ് ഹെൽത്തുമായി ബന്ധപ്പെട്ട്, മോറൽസ് ഓഫ് ദി കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്, മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് മലബാർ ഗോൾഡിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതുപോലെ മിനാർ TMTയുടെ സേവ് വാട്ടർ എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ, ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ എന്ത് ചെയ്യുന്നു? സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു കമ്പനീസ്. കമ്പനീസിന് എത്രത്തോളമാണ് മാർക്കറ്റിംഗ് പ്രാധാന്യമായിട്ടുള്ളത്? വി ഓൾറെഡി സെഡ് ദാറ്റ് every firm must have marketing wings, marketing department, marketing persons ആവശ്യമായിട്ടുണ്ട്. Marketing keeps the business in close contact with the economic, political, social and technological environment and inform it of events that can influence its activities. Marketing is the heart of any business organization. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ്റെയും ഹൃദയം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്, വിപണനമാണ്. മാർക്കറ്റിംഗ് ഈസ് ദ ഓൺലി റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി ഫോർ ദി ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിന് വരുമാനം കൊണ്ടുവരുന്ന ഒരേ ഒരു ആക്ടിവിറ്റിയാണ് ഏത്? മാർക്കറ്റിംഗ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ. ദെൻ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് മാർക്കറ്റിങ്ങിൻ്റെ ടു ബിസിനസ് ഫേംസ്, ടു കമ്പനീസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്, മാർക്കറ്റിങ്ങിന് എത്രത്തോളം അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹെൽപ്സ് ഇൻ ഇൻകം ജനറേഷൻ. മാർക്കറ്റിംഗ് ഈസ് ദ ഓൺലി റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി ഫോർ ദി ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിന് വരുമാനം തരുന്ന ഒരേ ഒരു ആക്ടിവിറ്റി ഏതാണ്? അത് മാർക്കറ്റിംഗ് ആണ്. ദെൻ സെക്കൻഡ് വൺ, ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് ഡിസിഷൻ. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും ഡിസിഷനും ഒക്കെ എടുക്കാൻ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. പിന്നെ പറയുന്നത് ഹെൽപ്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ. മാർക്കറ്റിംഗ് ഹെൽപ്സ് ദ ഫേം ടു സെലക്ട് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ദാറ്റ് ഡെലിവർ ദ ഗുഡ്സ് ടു ദ കൺസ്യൂമർ കൺവീനിയൻ്റ്ലി അറ്റ് മിനിമം കോസ്റ്റ്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഉപഭോക്താക്കളിലേക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുവാൻ
മാർക്കറ്റിംഗ് സഹായിക്കുന്നുണ്ട്. അതായത് വിതരണ ശൃംഖല, ഏറ്റവും കുറഞ്ഞ ചെലവിലുള്ള വിതരണ ശൃംഖല തിരഞ്ഞെടുക്കുവാൻ മാർക്കറ്റിംഗ് സഹായിക്കുന്നു. അതുപോലെ helps in exchanging information. Marketing give up-to-date information to the top management about nature and character of demand. ഡിമാൻഡിനെ കുറിച്ച്, ചോദനത്തെക്കുറിച്ചുള്ള വിവരങ്ങളും അതിൻ്റെ സ്വഭാവവുമൊക്കെ ടോപ്പ് മാനേജ്മെൻറ്റിന് കൃത്യസമയങ്ങളിൽ നൽകുന്നതിന് മാർക്കറ്റിംഗ് സഹായിക്കുന്നുണ്ട്. ആൻഡ് ഹെൽപ്സ് അഡാപ്റ്റ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്, മാറ്റത്തിനനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, മാറുവാനുള്ള ഒരു എന്ത് ചെയ്യുന്നു അവസരം മാർക്കറ്റിംഗ് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു കൺസ്യൂമേഴ്സ്. ഉപഭോക്താക്കൾക്ക് എത്രത്തോളം മാർക്കറ്റിംഗ് പ്രധാനമാണ്, ഉപഭോക്താക്കൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, ഉപഭോക്താക്കൾ എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ് ഇതിലൂടെ കിട്ടുന്നത്, മാർക്കറ്റിങ്ങിലൂടെ എന്തെല്ലാമാണ് കൺസ്യൂമേഴ്സിന് ലഭിക്കുന്ന അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, പ്രൊവൈഡ്സ് ക്വാളിറ്റി പ്രൊഡക്ട്സ്. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ. മാർക്കറ്റർ അണ്ടർടേക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, R&D, research and development. This helps in improving in the quality of product. In this way the consumers get better quality products. ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിലുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെയാണ് ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇതിലൂടെ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു, കൺസ്യൂമേഴ്സിന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതുപോലെ പ്രൊവൈഡ്സ് വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ്. മാർക്കറ്റിംഗ് ഫെസിലിറ്റേറ്റ്സ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദി കൺസ്യൂമേഴ്സ്. ഉപഭോക്താക്കൾക്ക് എന്ത് ചെയ്യുന്നു, വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യുന്നു, എത്തിച്ചു കൊടുക്കുന്നതിന് മാർക്കറ്റിംഗ് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇംപ്രൂവ്സ് നോളജ് ഓഫ് കൺസ്യൂമേഴ്സ്. ഉപഭോക്താക്കളുടെ അറിവിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇത് സഹായകമാകുന്നു എന്നാണ് പറയുന്നത്. മാർക്കറ്റിംഗ് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ഓഫ് വേരിയസ് പ്രൊഡക്ട്സ് ത്രൂ വേരിയസ് മീഡിയ. TV, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, മാഗസിൻ, റേഡിയോ പോലെയുള്ള മീഡിയാസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നു, ഒരുപാട് വിവരങ്ങൾ, പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നതാണ് ഹെൽപ്സ് ഇൻ സെലക്ഷൻ ചെയ്യാൻ സഹായിക്കുന്നു. മാർക്കറ്റിംഗ് പ്രൊവൈഡ്സ് വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് ടു കൺസ്യൂമേഴ്സ്. മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യുന്നു, മുന്നിൽ അവതരിപ്പിക്കുന്നു. ദീസ് പ്രൊഡക്ട്സ് ആർ അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് സൈസസ്, ഡിസൈൻ, കളർ ആൻഡ് പ്രൈസസ്. വ്യത്യസ്തമായ നിറത്തിൽ, ഡിസൈനിൽ, പ്രൈസിൽ ഒക്കെ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. സോ എന്ത് ചെയ്യുന്നു, ദിസ് വേ മാർക്കറ്റിംഗ് പ്രൊവൈഡ്സ് വേരിയസ് ഓപ്ഷൻ ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ഒരുപാട് ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു, ഒരുപാട് ആൾട്ടർനേറ്റീവ് കൊടുക്കുന്നു, ഒരുപാട് ചോയ്സ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ഫിഫ്ത്ത് വൺ, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. ഉപഭോക്താക്കളുടെ സംതൃപ്തിയാണ് അടുത്തത്. ദ ഗോൾ ഓഫ് മാർക്കറ്റിംഗ് ഈസ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. ഉപഭോക്താക്കളുടെ സംതൃപ്തിയാണ് മാർക്കറ്റിങ്ങിൻ്റെ ലക്ഷ്യം. കൺസ്യൂമേഴ്സ് ക്യാൻ ബൈ പ്രൊഡക്ട്സ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. ഉപഭോക്താക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുക, നീഡ്സും വാണ്ട്സും അനുസരിച്ച് കൊണ്ട് ഉൽപ്പന്നങ്ങളെ വാങ്ങുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ആൻഡ് ദി ലാസ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു എക്കണോമി. ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് എത്രത്തോളം മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് ഈസ് എ കീ ഇൻഗ്രീഡിയൻറ്റ് ഇൻ എക്കണോമിക് ഗ്രോത്ത്. ഒരു സാമ്പത്തിക വളർച്ചയ്ക്ക് ഉള്ള പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, ഒരു ചേരുവയാണ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ. മാർക്കറ്റിംഗ് എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, പ്രചോദിപ്പിക്കുന്നു? റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ, ഗവേഷണവും അതുപോലെ തന്നെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കും അത് നയിക്കുന്നു. സോ എക്കണോമീസിന് എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ഉള്ളത് നമുക്ക് നോക്കാം. മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സേവ്സ് ദ എക്കണോമി ഫ്രം ഡിപ്രഷൻ. മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഫുൾ യൂട്ടിലൈസേഷനിൽ എത്തുന്നതോട് കൂടിയിട്ട് മാർക്കറ്റിംഗ് ഒരു ഫേമിൻ്റെ എക്സിസ്റ്റിംഗ് കപ്പാസിറ്റിയെ ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, ഡിപ്രഷനിൽ നിന്നും രക്ഷപ്പെടുത്താൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഡ്യൂറിങ് ഡിപ്രഷൻ ദ പർച്ചേസിംഗ് പവർ ഓഫ് കൺസ്യൂമേഴ്സ് വെരി ലോ. ഡിപ്രഷൻ്റെ സമയത്ത് ഉപഭോക്താക്കളുടെ പർച്ചേസിംഗ് പവർ, വാങ്ങുവാനുള്ള കഴിവ്, അതിനുള്ള കഴിവ് എന്തായിരിക്കും, കുറവായിരിക്കും.
Marketing develop new markets and adopts promotional tool to save the economy from depression. മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നു? പുതിയ മാർക്കറ്റ്സും അതുപോലെ പ്രൊമോഷണൽ ടൂൾസും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? എക്കണോമിയെ ഡിപ്രഷനിൽ നിന്നും സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് വൺ, ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തിൽ വളർച്ച കൊണ്ടുവരാൻ സഹായിക്കുന്നു. മാർക്കറ്റിംഗ് പ്രൊവൈഡ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നു? പുതിയ പുതിയ തൊഴിലവസരങ്ങൾ കൊണ്ടുവരുന്നു. ദിസ് ഇൻക്രീസസ് ദ ഇൻകം ഓഫ് ദി പീപ്പിൾ, ഇതെന്ത് ചെയ്യുന്നു? ആളുകളുടെ വരുമാനം വർദ്ധിക്കുന്നതിന് കാരണമാവുന്നു. ദ ഹയർ ഇൻകം ഓഫ് ദി പീപ്പിൾ ഫെസിലിറ്റേറ്റ് എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ്, ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിൽ ഇൻകം കൂടുന്ന സമയത്ത് മാർക്കറ്റ് വിപുലീകരണത്തിലേക്ക് അത് നയിക്കുന്നു. സോ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ഉൽപാദനവും ഉപയോഗവും എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. സ്വാഭാവികമായിട്ടും നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, ദേശീയ വരുമാനം വർദ്ധിക്കുന്നു. ദി തേർഡ് വൺ, എക്കണോമിക് ഗ്രോത്ത്. The economic system moves forward with the marketing activities by using scarce resources effectively to produce useful commodities and meet the consumption needs of the society. എക്കണോമിക് സിസ്റ്റം എന്ത് ചെയ്യുന്നു? മുന്നോട്ട് നയിക്കുന്നു. എങ്ങനെ? മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ. എങ്ങനെയാണത്? മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ എന്ത് ചെയ്യുന്നു? സ്കേഴ്സ് ആയിട്ടുള്ള, ലഭ്യത കുറവുള്ള റിസോഴ്സുകളെ വളരെ കാര്യക്ഷമമായി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു സൊസൈറ്റിയുടെ കൺസംഷൻ നീഡ്സ് എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് എക്കണോമിക് ഗ്രോത്തിന് കാരണമാകുന്നു എന്ന് പറയപ്പെടുന്നു. സോ ടുഡേ വി ആർ ഡിസ്കസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ്, ടു ദ സൊസൈറ്റി, ടു ദ കമ്പനി, ടു ദ ഗവൺമെൻറ്, ടു ദി എക്കണോമി ആസ് എ ഹോൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.